നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ചിത്രം, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ചിത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വായന കാണുക. തീർച്ചയായും ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇത്രയും കാർഡ്സ് ആണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങളാണ് ഈ കാർഡ്സിലൂടെ വ്യക്തമാകുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വായനയിലേക്ക് പോകുന്നതിന് മുമ്പ് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുമായി നിങ്ങൾക്കുള്ള ബന്ധം എന്ന് പറയുന്നത് പോലും ഒരു ആത്മമിത്രം അല്ലെങ്കിൽ ആത്മമിത്രപരമായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ, അതായിരിക്കും കൂടുതലും ആളുകൾക്കും കുറച്ചും കൂടെ പരിചിതമായിട്ടുള്ള വാക്ക്. അത്തരത്തിലുള്ള ഒരു ബന്ധമായതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഇടക്കാലത്ത് വെച്ച് തന്നെ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിച്ചവരായിരിക്കാം. അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിൽ നിന്നും, അതായത് സൗഹൃദത്തിൽ നിന്നും കമിതാക്കളായ, അതായത് പ്രണയിതാക്കളായ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ നിങ്ങൾക്ക് നന്നായി അറിയാം, നിങ്ങളെയാണെങ്കിലും ഈ വ്യക്തിക്ക് നന്നായി അറിയാം. ചിലപ്പോൾ ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ വീട്ടുകാരുകൾ തമ്മിൽ പരസ്പരം അറിയാവുന്നവരായിരിക്കാം, നല്ല അടുപ്പമുള്ള ആളുകളായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നത് ഒരു നല്ല രീതിയിലുള്ള ആകർഷണീയം തോന്നിക്കുന്ന ഒരു സ്നേഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലതരത്തിലുള്ള സ്നേഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തതായിട്ട് കാണിക്കുന്നു. അതായത് നിങ്ങൾ ഈ വ്യക്തിയുമായി സ്നേഹബന്ധത്തിലായിരുന്ന സമയത്ത് വളരെയധികം 100% സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയുമായിരുന്നു നിങ്ങൾ ഈ പ്രണയബന്ധത്തെ കണ്ടുകൊണ്ടിരുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. പക്ഷേ ഇടക്കാലത്ത് വെച്ച് ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപിരിയേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. തീർപ്പായി പറയുകയാണെങ്കിൽ നമുക്കിവിടെ 2 ഓഫ് കപ്സും 6 ഓഫ് കപ്സും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ സ്നേഹം നിറഞ്ഞ, അല്ലെങ്കിൽ ഈ ഒരു പ്രണയ ജീവിതം എങ്ങനെ എന്തൊക്കെ ചെയ്താലും വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം എന്നുള്ള ഉറച്ച തീരുമാനമായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വില്ലനായി വന്നിരിക്കുന്നത്, അതായത് ഒരു മോശപ്പെട്ട കാര്യമായി വന്നിരിക്കുന്നത് തീർച്ചയായും ഈ വ്യക്തിയുടെ സാഹചര്യമാണ്. നിങ്ങളുടെ സാഹചര്യം അത്രത്തോളം പ്രശ്നമായി കാണിക്കുന്നില്ല, പക്ഷേ ഈ വ്യക്തിയുടെ സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമേറിയ അല്ലെങ്കിൽ കഷ്ടത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അവിചാരിതമായി അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിട്ടുള്ള സങ്കടകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരവസ്ഥയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വളരെയധികം ദുഃഖിക്കേണ്ട ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുമായുള്ള പ്രണയബന്ധം നിർത്തിവെക്കേണ്ടി വന്നു. നിങ്ങളോട് ക്ഷമാപണം പറഞ്ഞു, അല്ലെങ്കിൽ ക്ഷമ ചോദിച്ച് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നുപോയി എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതിന് ഈ വ്യക്തി വളരെയധികം ദുഃഖിക്കുന്നു, പശ്ചാത്തപിക്കുന്നു, ഖേദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സന്തോഷത്തിലൊന്നുമല്ല, ചിലപ്പോൾ സന്തോഷത്തിലാണ്, ഞാൻ സന്തോഷവാനാണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ ധാരാളം അഭിനയങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടാകാം. പക്ഷെ അതൊക്കെയും ഈ വ്യക്തിയുടെ
അഭിനയങ്ങൾ മാത്രമാണ്, പുറമേ കാണിക്കുന്ന ആ ഒരു രീതി മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഈ വ്യക്തിക്ക് ഒരു സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക്, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ടാകാം. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വന്ന് നിങ്ങൾ ആകെ ഒരു മാനസിക സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിക്ക് സന്ദേശം അയച്ച് ചോദിക്കുമ്പോൾ ഈ വ്യക്തി പറയുന്നുണ്ടാകാം, എനിക്ക് മതിയായി, ഞാൻ തോറ്റു, എനിക്കിനി വയ്യ എന്നുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് മറുപടി പറയുന്നുണ്ടാകാം. ഇനി നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ വ്യക്തി പറയാതെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് നേരെ മുഖത്ത് നോക്കി പറയാനോ അല്ലെങ്കിൽ സന്ദേശങ്ങളിലൂടെ പറയാനോ ഈ വ്യക്തിക്ക് ധൈര്യമില്ല. കാരണം നിങ്ങളെ വിട്ടുപിരിയുക എന്ന് പറയുന്നതും ഈ വ്യക്തിയെ കൊല്ലുന്നതിനും തുല്യമാണ്. ഇപ്പോൾ തന്നെ ഈ വ്യക്തി മാനസികമായിട്ടുള്ള വളരെയധികം സംഘർഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കം തന്നെയാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഊർജം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ വളരെ വാശിയേറി കുതിച്ചുയരുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വാളുകളേന്തി കുതിരപ്പുറത്ത് ഏന്തി വരുന്ന ഒരു വ്യക്തി. അത് ഈ വ്യക്തിയുടെ മാനസിക ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുറമേ ഈ വ്യക്തി ഏത് തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാൽ പോലും കുതിച്ചുയരണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാനോ താല്പര്യപ്പെടുന്നു. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാതിരുന്നിട്ട് ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ശ്വാസം മുട്ടുന്നത് പോലെയാണ്. കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങളുമായി ഒരു കോണ്ടാക്റ്റ് വെക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് സമാധാനവും സന്തോഷവും. നിങ്ങളുടെ ഈ സാന്നിധ്യമില്ലായ്മയും ഈ വ്യക്തിയെ ഒരുപാട് തളർത്തുന്നുണ്ട്. ഈ വ്യക്തി വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ ഇപ്പോഴും കാണുന്നത്. തുടക്കം മുതലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതിനൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പൂർണ്ണ അവസ്ഥയിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ ചില കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് വിജയിക്കണം. അത് ചിലപ്പോൾ ഈ വ്യക്തിയെ തോൽപ്പിച്ചവരെ ആകാം, ഈ വ്യക്തിയെ പറ്റിച്ചവരെ ആകാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം. ആ ഒരു അവസ്ഥയിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും ഈ വ്യക്തിക്ക് മറികടന്ന് മുന്നേറി വരണം എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയുടെ ദൃഢനിശ്ചയം, യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഡെഡ് കാർഡ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം തീർച്ചയായും മാറി മറിയണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ തീവ്രമായ ആഗ്രഹങ്ങൾ. അതുപോലെ മാന്ത്രിക താന്ത്രിക വിദ്യകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതെന്തെങ്കിലും കാര്യസാധ്യത്തിനായിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിരിക്കണം. ഈ വ്യക്തിയെ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിരിക്കണം, അതെല്ലാം നല്ല രീതിയിൽ പരിഹരിക്കാനായിരിക്കണം. പലതരത്തിലുള്ള പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ശക്തി മൂലം ഈ വ്യക്തി ഒരിക്കലും തളർന്നു വീഴില്ല എന്നുള്ള ഒരൊറ്റ വാശിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചീറ്റിങ്ങിൻ്റെ, അതായത് പറ്റിക്കുന്നതിൻ്റെ ഒരു ഊർജം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം 10 ഓഫ് സോർട്സ് ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വ്യക്തിയെ ആരൊക്കെയോ പിന്നിൽ നിന്നും ചതിച്ചു, വഞ്ചിച്ചു. വഞ്ചനയാണ് ഈ വ്യക്തിക്ക് ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ തളർത്തിയത്. ഈ വ്യക്തി അത്രമേൽ വിശ്വസിച്ചിരുന്ന ഏതോ ഒരു വ്യക്തി ഈ പേഴ്സണെ ചതിച്ചിരിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളോട് പറയാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം. എന്തൊക്കെയാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് ഒരിക്കലും മറക്കാനാകുന്നില്ല.
ഈ വ്യക്തി മാനസികമായി തളർന്നു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും അടുപ്പവും വിശ്വാസം എന്നുള്ളത് ഈ വ്യക്തിക്ക് ഒരിക്കലും മാറില്ല. കാരണം നിങ്ങൾ അത്രമേൽ ശുദ്ധിയുള്ള പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ വ്യക്തികളാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടൂ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയോട് ചോദിക്കുന്നുണ്ടാകാം, എന്തിനാണ് എന്നിൽ നിന്നും അകന്നു പോകുന്നത്? അതിന് ഈ വ്യക്തി കൃത്യമായ മറുപടിയും തന്നിട്ടുണ്ടാകാം. എന്നെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല, ഒന്നും സാധിക്കില്ല, ഞാൻ ആകെ പരാജയപ്പെട്ട് കിടക്കുകയാണ് എന്ന് ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകാം. അത് ഈ വ്യക്തിയുടെ പച്ചയായ ജീവിതമാണ് ഈ വ്യക്തി തുറന്നു പറയുന്നത്. പക്ഷെ അതിലും പല കാര്യങ്ങൾ ഈ വ്യക്തി മൂടി വെക്കുന്നുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കും വിഷമമാകും എന്ന് കരുതിയിട്ട് തന്നെയാണ്. പക്ഷെ അതൊന്നും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തി കാരണം നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് ഈ വ്യക്തിക്കുള്ളത്. പക്ഷേ നിങ്ങളെ വിട്ടുപിരിയാനും ഈ വ്യക്തിക്ക് ആവില്ല. അതാണ് നമുക്ക് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ പ്രണയ സന്ദേശം എന്ന് പറയുന്നത്. ഈ വ്യക്തി ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റുകളിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തരിക. എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.